ഇനി ഒന്ന് പുറത്ത് പോകണ്ട. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഓട്സും മീൻകറിയും പിന്നെ പയറുകറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയും പിന്നെ സാമ്പാറും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത് ഉണ്ടായിരുന്നു, അത് കൂട്ടി കഴിച്ചിട്ട്. കുറേ നാളുകളിൽ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഷേക്ക് ഉണ്ടായിരുന്നു, ഷേക്ക് കുടിച്ചു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഉച്ചയായി കഴിഞ്ഞപ്പോൾ നല്ല വെജിറ്റബിൾ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു കിട്ടാൻ. കാരണം കുറേ നാളുകൾക്ക് ശേഷം വലിയ പപ്പടം, അതുപോലെ തന്നെ പുളിശ്ശേരി, എരിശ്ശേരി, പിന്നെ പായസം, നല്ല കട്ട തൈര്, ഇതെല്ലാം കൂട്ടി കഴിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം കഴിച്ചാണെന്ന് അറിയാൻ പാടില്ല, ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറാണ് കേട്ടോ. എന്തെന്ന് അറിയാൻ പാടില്ല, വായിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ വൈകിട്ടായി കഴിഞ്ഞപ്പോൾ ബർഗർ, അതുപോലെ തന്നെ ഈ കോള, പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇത് ഏകദേശം 1 വർഷത്തോളം മുന്നേ കഴിച്ചതാണ്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു ബർഗർ കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കാറൊന്നുമില്ല. പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഞാൻ ഇടയ്ക്ക് വീലുണ്ടാക്കാറുണ്ട്. പക്ഷേ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. നമ്മൾ വീലുണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. എന്തായാലും അത് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വയറ് ഫുള്ളായിട്ട് എന്ന്